കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറയുകയുണ്ടായി RSS എന്ന സംഘടന ഇന്ത്യയിലെ വലിയൊരു സംഘശക്തിയാണ്. അപ്പൊ എല്ലാവരും RSSനെ അംഗീകരിച്ചു തുടങ്ങുന്നു എന്നതിന്റെ തെളിവല്ലേ ഇത്? തീർച്ചയായിട്ടും. അതായത് RSS എന്ന് പറയുന്ന സംഘടനയെ ഇന്ന് നമ്മുടെ സമൂഹ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആർക്കും സാധിക്കില്ല. ഒരു പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ഒക്കെ മൈക്ക് വെച്ച് കെട്ടി കവലയിലൊക്കെ അവർക്ക് പ്രസംഗിക്കാം RSSനെ. കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ ഈ കാലം ഇത്രയും വർഗീയവാദികളാണ്, എന്താ പറയുക, നമ്മളെക്കുറിച്ച് ഫാസിസ്റ്റുകളാണെന്ന് പ്രസംഗിച്ച് അവരുടെ പരിപാടി തന്നെ അതാണ്. പക്ഷേ അവർ ഓരോ പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടിയും DYFI ഒക്കെ ഫാസിസ്റ്റ് വിരുദ്ധ വാരം, ഫാസിസ്റ്റ് വിരുദ്ധ മാസം ഒക്കെ ആചരിക്കുമ്പോഴും RSS ഞങ്ങൾ പരസ്യമായിട്ട് ഞങ്ങൾ ഫാസിസ്റ്റ് അല്ല എന്ന് ഒരു സ്ഥലത്തും വിളിച്ചു പോകാൻ പോയിട്ടില്ല. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫാസിസ്റ്റ് അല്ല എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടില്ല, ഫ്ലെക്സ് എഴുതി വെച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ളതാണത്. RSSന്റെ പ്രവർത്തകന്മാരുടെ മനസ്സിലാണ് ഞങ്ങളുടെ ഭാരതമാതാവും ഞങ്ങളുടെ രാഷ്ട്രസങ്കല്പവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീക്കി ഇന്ന് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്നത് 100-ാം വർഷം വരുന്ന സമയത്ത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഇത് പ്രവർത്തിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ മറ്റൊരു കാര്യം, ഭാരതത്തിൽ ഇവരൊക്കെ ഫാസിസ്റ്റാണ് അല്ലെങ്കിൽ വർഗീയവാദികളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ 3-ാം വട്ടം ഒരു പ്രധാനമന്ത്രി, RSSകാരനായ പ്രധാനമന്ത്രി ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നു. ഏതാണ്ട് 14 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ RSSകാരാണ്, ഗവർണർമാർ RSSകാരാണ്, മന്ത്രിമാർ RSSകാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതിനെ നിഷേധിക്കാൻ ഏത് പിണറായി വിജയനെ സാധിക്കുക? ഇത് കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ. ഇത് ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് RSS ഒന്നുമല്ല എന്ന് പിണറായി പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമോ? അപ്പം ഇന്ന് RSS ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കാൻ തുടങ്ങി. ഇവരൊക്കെ എന്തൊക്കെ ഫാസിസ്റ്റാണ്, വർഗീയവാദികളാണെന്ന് ഇവർ പ്രചരിപ്പിച്ചാലും RSS ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഈ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ദുരിതം ഉണ്ടാവുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, ഉരുൾപൊട്ടുണ്ടാവുന്നു. ഇതിനൊക്കെ RSSന്റെ സേവാവിഭാഗം എന്ന് പറയുന്ന സേവാഭാരതി ഓടിച്ചെല്ലുന്നു. സർക്കാരിൻ്റെ മെഷീനറി, സർക്കാർ സംവിധാനം, പോലീസ്, ഫയർഫോഴ്സ് എന്ന് വേണ്ട അത്തരം സംവിധാനങ്ങൾ വരുന്നതിന് മുൻപേ അവർ വന്നോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ ആളുകൾ, RSSന്റെ പ്രവർത്തകന്മാർ, RSSന്റെ സേവാഭാരതി അവിടെ ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് അവിടെ മരിച്ചു കിടക്കുന്ന ആളുകളുടെ ഡെഡ് ബോഡി പോലും മാറ്റാനും, അത് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം, അതൊക്കെ ആ മരിച്ചു കിടക്കുന്നത് അതിനകത്ത് ഏത് ജാതിയാണ് ഏത് മതമാണെന്നൊന്നും നോക്കിയിട്ടല്ല, ആരാണോ ദുരിതം അനുഭവിക്കുന്നത് അവരെ സംരക്ഷിക്കുക. ഇതാണ് RSSന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഈ 100-ാം വർഷം ആഘോഷിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ 100-ാം വർഷം വരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ അതിയായ സന്തോഷവും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ള നിലയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്.